പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിക്ക് സാധ്യത കാണുന്നുണ്ട്. വാഹനയോഗം, വിദേശയാത്ര എന്നിവയ്ക്കും യോഗം കാണുന്നു. സന്താനത്തിന് ജോലി ലഭിക്കുവാൻ ഇടയുണ്ട്. ചെറിയ രീതിയിലെങ്കിലും സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ധനസ്ഥിതിയിൽ കാര്യമായ മാറ്റം ഉണ്ടാകും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. കരാർ ജോലിയിൽ ഉള്ളവർക്ക് അനുകൂലമായ സമയമാണ്. സ്ഥാനക്കയറ്റത്തിനോ സ്ഥലം മാറ്റത്തിനോ സാധ്യതയുണ്ട്. ശ്രമം നടത്തുകയാണെങ്കിൽ ജീവിത പങ്കാളിക്ക് ജോലി ലഭിച്ചേക്കാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിദേശ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ കാലയളവാണ്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. അനുമോദനങ്ങൾ, അംഗീകാരങ്ങൾ എന്നിവ ഉണ്ടാകും. വസ്തു വിൽക്കുന്നതിൽ ലാഭം പ്രതീക്ഷിക്കാം. പ്രേമകാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. നാട് വിട്ടുപോയ സുഹൃത്തുക്കളോ ബന്ധുക്കളോ തിരിച്ചു വരുന്നതിന് യോഗം കാണുന്നു. ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. സന്താന യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത പ്രതീക്ഷിക്കാം. ജോലിയിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കുന്നതിനോ ഗുണകരമായ മറ്റെന്തെങ്കിലും ജോലി ഏറ്റെടുക്കുന്നതിനോ യോഗം കാണുന്നു. അടുത്തത് മകീര നക്ഷത്രമാണ്. പുതിയ വീട്, വീട്ടുപകരണങ്ങൾ എന്നിവ വാങ്ങുവാൻ സാധിക്കും. പ്രേമവിജയം പ്രതീക്ഷിക്കാം. രാഷ്ട്രീയം, സിനിമ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ കാലമാണ്. കാര്യവിജയം, അന്നലാഭം എന്നിവ പ്രതീക്ഷിക്കാം. പ്രണയകാര്യത്തിൽ വിജയം ഉണ്ടാകും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. കാര്യവിജയം, അന്നലാഭം എന്നിവ പ്രതീക്ഷിക്കാം. നല്ല സുഹൃത്തുക്കളെ അപ്രതീക്ഷിതമായി ലഭിക്കും. ബിസിനസ് ആരംഭിക്കുവാൻ ഇടയുണ്ട്. സ്ഥാനക്കയറ്റത്തിനോ സ്ഥലമാറ്റത്തിനോ സാധ്യത കാണുന്നു. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പല വിധത്തിൽ യാത്രകൾ ചെയ്യേണ്ടതായി വരും. എന്നാൽ യാത്രകൾ സാമ്പത്തികമായും അല്ലാതെയും ലാഭമായിരിക്കും. വിവാഹയോഗം, വാഹനയോഗം എന്നിവ പ്രതീക്ഷിക്കാം. പ്രായമായവർക്ക് പെൻഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ദൂരദേശത്ത് നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കുറച്ച് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. ധനവരവിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം. ഭാഗ്യവർദ്ധനവ് ഉണ്ടാകും. നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ അവസ്ഥ പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. അയൽ സംസ്ഥാനത്തോ അയൽ ജില്ലകളിലോ ജോലിക്ക് സാധ്യത ഉണ്ട്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കുടുംബാംഗങ്ങളോടൊത്ത് യാത്ര ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. എടുത്തുചാട്ടം, കുറ്റം പറച്ചിൽ എന്നിവ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. വരുമാന കൂടുതലനുസരിച്ച് ചെലവ് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥലത്ത് ചില പ്രശ്നങ്ങൾക്കോ വീഴ്ചകൾക്കോ സാധ്യതയുണ്ട്. അടുത്തത് മകം നക്ഷത്രമാണ്. അയൽക്കാരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം. അധികാര സ്ഥാനത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എല്ലാം തികഞ്ഞു എന്ന ഭാവം തിരിച്ചടികൾക്ക് കാരണമായേക്കാം. അശ്രദ്ധ മൂലം ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവപ്പെടും. അടുത്തത് പൂരം നക്ഷത്രമാണ്. രോഗങ്ങൾ അലട്ടുവാൻ ഇടയുണ്ട്. വസ്തു, ആഭരണം എന്നിവ വിറ്റ് കടം വീട്ടേണ്ടതായി വന്നേക്കാം. അഗ്നി, ആയുധം, ശത്രുക്കളെ കൊണ്ടുള്ള അപകടങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അനാവശ്യ യാത്രകൾ ഉണ്ടായേക്കാം. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ആശുപത്രിവാസത്തിന് യോഗം ഉണ്ട്. ചെലവ് വർദ്ധിച്ചേക്കും. ഓർമ്മക്കുറവ് ശ്രദ്ധിക്കണം. മധ്യസ്ഥതയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാകും. കൃഷി, പാചകം എന്നിവയിൽ താൽപ്പര്യം കൂടും. വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. തൊഴിൽ മേഖലാ സംബന്ധമായി ധനലാഭം. സന്താനത്തിന് പുതിയ തൊഴിൽ. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം. ആഡംബര വസ്തുക്കളോട് താൽപ്പര്യം. ഇടയ്ക്കിടയ്ക്കുള്ള സാമ്പത്തിക നഷ്ടം എന്നിവ വന്നുഭവിക്കാം. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. അന്യദേശത്ത് വസ്തു, വീട് എന്നിവ വാങ്ങുന്നതിന് യോഗം കാണുന്നു. ബാധ്യതകൾ കൂടിയേക്കാം. എന്നാൽ അതിനനുസരിച്ച് വരുമാനം വർദ്ധിക്കും. പുരസ്കാരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. ശമ്പള കുടിശ്ശിക ലഭിക്കും. കളത്ര ഭാഗ്യത്തിന് യോഗം കാണുന്നു. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത ലഭ്യമാകും. സന്താനങ്ങൾക്ക് പഠന മികവ് ഉണ്ടാകും. അടുത്ത വിശാഖം നക്ഷത്രമാണ്. ഇഷ്ടക്കാരിൽ നിന്നും സമ്മാനം ലഭിക്കുവാൻ അവസരം. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ വിജയങ്ങൾ പ്രതീക്ഷിക്കാം. അന്നലാഭം കാണുന്നു. കുടുംബത്തിൽ നിന്നും പ്രണയിതാക്കൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകാം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ആഭരണമോ മറ്റോ വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. നിശ്ചയമനയത്തെ വിവാഹബന്ധം തടസ്സം നേരിട്ടേക്കാം.
സഹോദരങ്ങൾ കാരണം ചില വിഷമതകൾ നേരിടാം. വാഹനം വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് നഷ്ടം നേരിടുവാൻ ഇടയുണ്ട്. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് അപാകതകളോ വീഴ്ചകളോ സംഭവിക്കാം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വന്യജീവികളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നേരിട്ടേക്കാം. അനാവശ്യ കാര്യങ്ങളിൽ പഴി കേൾക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം. യാത്രാക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ലോൺ എടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. പ്രായോഗിക ബുദ്ധി കുറയും. പിടിവാശി വർദ്ധിക്കുവാൻ ഇടയാകും. അടുത്തത് മൂലം നക്ഷത്രമാണ്. തർക്കങ്ങൾ പരിഹരിക്കാനാകും. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് അവസരം ലഭിക്കും. സ്വദേശത്ത് ജോലിക്ക് സാധ്യത കാണുന്നു. ഓഹരി സംബന്ധമായ കാര്യങ്ങളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങളോടൊത്ത് യാത്ര ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പുതിയതോ പഴയതോ ആയ വാഹനം സ്വന്തമാക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ ഇടയുണ്ട്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്ത പ്രതീക്ഷിക്കാം. ഓഫീസുമായി ബന്ധപ്പെട്ട് യാത്രാ സഹായങ്ങൾ ലഭിച്ചേക്കും. ഗുണപ്രദം അല്ലാത്ത ജോലി ഒഴിവാക്കി മറ്റൊന്ന് കണ്ടെത്തുവാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ചെറിയ അസുഖങ്ങൾ പോലും നിസ്സാരമായി തള്ളിക്കളയാതെ വളരെയധികം ശ്രദ്ധിക്കണം. സന്താനത്തിന് പഠനം, വിവാഹം, വിദേശത്ത് ജോലി എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പുകൾക്ക് അർഹത നേടുവാനാകും. ബന്ധുബലം വർദ്ധിക്കും. ധനവരവിൽ മികച്ച രീതിയിലുള്ള മാറ്റം പ്രതീക്ഷിക്കാം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുവാനാകും. നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരിച്ചു പിടിക്കാനാകും. ഓഫീസിലോ വീട്ടിലോ മോഷണ ശ്രമം ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. കുടുംബത്തിൽ നിന്നും അടിയന്തരമായ ധനസഹായം ലഭിക്കുവാൻ യോഗം കാണുന്നു. പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചേക്കാം. ഏജൻസി ഇടപാടുകളിൽ നേട്ടമുണ്ടാകാനാകും. സ്ഥാനക്കയറ്റം, പ്രശസ്തി, വസ്ത്ര അനലാഭം എന്നിവ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ആകും. അടുത്തത് ചതയം നക്ഷത്രമാണ്. കേസ്, വഴക്കുകൾ എന്നിവ ഒത്തുതീർപ്പാകും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ വിയോഗം വേദന ഉണ്ടാക്കിയേക്കാം. ബിസിനസ്സിൽ അഴിച്ചുപണി നടത്തുന്നവർക്ക് വഴിത്തിരിവാകുവാൻ ഇടയുണ്ട്. മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഇന്നേ ദിവസം കാണുന്നു. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യം. സന്താനത്തിൻ്റെ സാമ്പത്തികത്തിലോ വീടോ വസ്തുവോ വാങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ധാരാളം യാത്രകൾ സംഘടിപ്പിക്കുവാനാകും. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനുള്ള തീരുമാനം എടുക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. ശത്രുക്കൾ വർദ്ധിച്ചേക്കാം. സ്ഥാനചലനത്തിന് സാധ്യത കാണുന്നു. നറുക്കെടുപ്പുകളിൽ ചെറിയ ചില സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. അവസാനമായി രേവതി നക്ഷത്രമാണ്. തൊഴിൽ മേന്മ പ്രതീക്ഷിക്കാം. മറ്റുള്ളവരുടെ ജോലി സ്വയം ഏറ്റെടുത്ത് ചെയ്ത് പ്രശംസ നേടുവാനാകും. ഉറക്കക്കുറവ് സാരമായി ഉണ്ടാകും. ജോലിഭാരം കൂടുവാൻ ഇടയുണ്ട്. ചില വിവാദങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അവയെല്ലാം പരിഹരിച്ച് മുൻപോട്ട് പോകുവാനുള്ള സാധ്യതയും കാണുന്നു. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.